MOSലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് കോഷീസ് സ്ട്രെസ് ഇക്വേഷൻസ്. അതിൽ നിന്നാണ് 13 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അപ്പം അതിൽ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ, ഫിഫ്ത്ത് ഇക്വേഷൻ, ഈ 5 ഇക്വേഷനും പഠിച്ചാലേ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്. അതിൽ ആദ്യത്തെ മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആണ്. സിഗ്മ എൻ എക്സ്, സിഗ്മ എൻ വൈ, സിഗ്മ എൻ സെഡ്. അത് നോർമൽ സ്ട്രെസ്സുകളാണ്. ഇനി രണ്ടാമത്തെ അത് ഈക്വൽ ടു, അപ്പോൾ നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെട്രിക്സ് ഫോമിലുള്ള ഇക്വേഷനാണ് ഇത്. അത് ഈക്വൽ ടു സിഗ്മ എൻ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ടോ വൈ എക്സ് സിഗ്മ വൈ ടോ വൈ സെഡ് ടോ സെഡ് എക്സ് ടോ സെഡ് വൈ സിഗ്മ സെഡ് ഇൻറ്റു എ എൻ എക്സ് എ എൻ വൈ എ എൻ സെഡ്. ഈ എ എൻ എക്സ് എ എൻ വൈ എ എൻ സെഡ് ആണ് ഡയറക്ഷണൽ കൊസൈൻസ്. ടോയുടെ ടേമുകൾ വരുന്നതാണ് ഷിയർ സ്ട്രെസ്സുകൾ. പിന്നെ നമുക്ക് ഈ മെട്രിക്സിലെ ഓരോ ടേമുകളും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷനാണ് സിഗ്മ എൻ എക്സ് കണ്ടുപിടിക്കാൻ. അതായത് ഈ മെട്രിക്സിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്ന ഇക്വേഷനാണ് സിഗ്മ എൻ എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു, അത് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സിഗ്മ എക്സ് ഇൻറ്റു എ എൻ എക്സ് പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു എ എൻ വൈ പ്ലസ് ടോ എക്സ് സെഡ് ഇൻറ്റു എ എൻ സെഡ്. അതുപോലെ സിഗ്മ എൻ വൈ കണ്ടുപിടിക്കുക, സിഗ്മ എൻ സെഡ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ഇക്വേഷനാണ് ഈ സിഗ്മ എന്നിൻ്റെ നോർമൽ സ്ട്രെസ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. സിഗ്മ എൻ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എൻ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എൻ വൈ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എൻ സെഡ് ഹോൾ സ്ക്വയർ. അടുത്ത ഇക്വേഷൻ സിഗ്മ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എൻ എക്സ് ഇൻറ്റു എ എൻ എക്സ് സിഗ്മ എൻ വൈ ഇൻറ്റു എ എൻ വൈ പ്ലസ് സിഗ്മ എൻ സെഡ് ഇൻറ്റു എ എൻ സെഡ്. അങ്ങനെ ഓരോ ടേമുകളും കണ്ടുപിടിക്കുക. ലാസ്റ്റ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. സിഗ്മ എൻ ആർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എൻ സ്ക്വയർ പ്ലസ് ടോ എൻ എസ് ഹോൾ സ്ക്വയർ. ആ എ എൻ എക്സും എ എൻ വൈയും എ എൻ സെഡും നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ഡയറക്ഷണൽ കൊസൈൻസ് ആണെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ. അത് നമ്മൾ ഈ റിലേഷനും പഠിച്ചു വയ്ക്കാം. ഇത്രയും ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് കോസീസ് സ്ട്രെസ് ഇക്വേഷൻ വെച്ചിട്ട് നോർമൽ സ്ട്രെസ്സുകളും അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സുകളും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു മെട്രിക്സ് ഫോമിലാണ് ഒരു ഇക്വേഷൻ തന്നിട്ട് രണ്ട് തരത്തിൽ ചോദ്യം തരാം. ഒന്നല്ലെങ്കിൽ മെട്രിക്സ് ഫോമിൽ തരാം, അല്ലെങ്കിൽ ഈ ഓരോ വാല്യൂസും സെപ്പറേറ്റ് ആയിട്ട് തരാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. 5 2 1 2 3 4 1 4 2. ഈ ഓരോ ടേമുകളും എന്താണെന്നറിയാം, ജനറൽ ആയിട്ടുള്ള ആ മെട്രിക്സ് ഇല്ലേ, സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ്, അതുപോലെ ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ടോ വൈ സെഡ് ടോ വൈ എക്സ് ടോ സെഡ് എക്സ് ടോ സെഡ് വൈ. ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എക്സിൻ്റെ വാല്യൂ കിട്ടും, ടോ എക്സ് വൈ എല്ലാത്തിൻ്റെയും വാല്യൂസ് കിട്ടും. പിന്നെ നമുക്ക് ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ് ഓൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൂസ് ഡയറക്ഷണൽ കൊസൈൻസ് തന്നിട്ടുണ്ട്. അതായത് എ എൻ എക്സ് തന്നിട്ടുണ്ട്, എ എൻ വൈ തന്നിട്ടുണ്ട്, എ എൻ സെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി, ഡയറക്ഷണൽ കൊസൈൻസും അറിയാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്. നോർമൽ എന്ന് പറയുന്നതാണ് സിഗ്മ എൻ, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നതാണ് ടോ എൻ എസ്. ഇത് രണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം സിഗ്മ എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിലെല്ലാ വാല്യൂസും അറിയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് എന്ത് വേണം? ഇതിലെല്ലാ വാല്യൂസും നമുക്കറിയില്ല. സിഗ്മ എൻ എക്സ് അറിയില്ല, സിഗ്മ എൻ വൈ അറിയില്ല, സിഗ്മ എൻ സെഡ് അറിയില്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക, ഓരോന്നിൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ച് വയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ടോ എൻ എസ് കണ്ടുപിടിക്കണം. അതിന് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഇത്. സിഗ്മ എൻ ആർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എൻ സ്ക്വയർ പ്ലസ് സിഗ്മ ടോ എൻ എസ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൽ നമുക്ക് സിഗ്മ എൻ ആറും കണ്ടുപിടിക്കാൻ പറ്റും. ആ ആൻസറും കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് സിഗ്മ എൻ ആർ അതിൽ നിന്നല്ല കിട്ടുക. സിഗ്മ എൻ ആർ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ. അത് വെച്ചിട്ട് സിഗ്മ എൻ ആർ കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം ഈ വാല്യൂസ് എല്ലാം ടോ എൻ എസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ.
ആ ഇക്വേഷനിലിട്ട് കൊടുക്കുക. അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഷിയർ സ്ട്രെസ്